ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന കെമിസ്ട്രി ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, 4th പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. വാതകങ്ങളുടെ വ്യാപ്തവും മോളും എന്ന ഏരിയയാണ് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അവഗാഡ്രോ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്യാസ് ലോസിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോയും പഠിച്ചു. അപ്പോൾ അവഗാഡ്രോ നിയമം അനുസരിച്ച് താപനില സ്ഥിരമായിരിക്കുമ്പോൾ സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിലെടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? V പ്രൊപ്പോർഷണൽ ടു N, നമ്പർ ഓഫ് മോൾസ് ആണ്. അവിടെ താപനിലയും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് പഠിച്ചു. അതായത് സ്ഥിരമർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ വ്യാപ്തം, ഒരു വാതകത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളുടെ എണ്ണം Nനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. V പ്രൊപ്പോർഷണൽ ടു N എന്നാണ് നമ്മൾ പഠിച്ചത്. അതിലെ തന്മാത്രകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അല്ലാതെ തന്മാത്രകളുടെ വലിപ്പത്തെയോ തന്മാത്രകളുടെ ഇനത്തെയോ ഒന്നുമല്ല, അതിലെ നമ്പർ ഓഫ് മോൾസിനെ ആശ്രയിച്ചായിരിക്കും സ്ഥിരമർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ വ്യാപ്തം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസിനെ മാത്രമാണ്. അതിനാൽ തന്നെ വാതകം ഏത് തന്നെയാണെങ്കിലും, ഏത് വാതകമാണെങ്കിലും അത് ഒരേ മർദ്ദത്തിലും താപനിലയിലും ആണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ വ്യാപ്തവും തുല്യമായിരിക്കും. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും സൂക്ഷിച്ചിരിക്കുന്ന വ്യത്യസ്ത വാതകങ്ങളിലെ തുല്യ എണ്ണം തന്മാത്രകളുടെ വ്യാപ്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? വ്യാപ്തം തുല്യമായിരിക്കും. വാതകം ഏത് തന്നെയാണെങ്കിലും ഒരേ പ്രഷറിലും ടെമ്പറേച്ചറിലും അതുപോലെ തന്മാത്രകളുടെ എണ്ണവും തുല്യമാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അത് ഏത് വാതകമാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. മനസ്സിലായോ? പക്ഷെ കണ്ടീഷൻ എന്താണ്? താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ തന്മാത്രകളുടെ എണ്ണവും തുല്യമാണെങ്കിൽ വ്യാപ്തം തുല്യമായി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്തത്, താപനില 273 കെൽവിനായും മർദ്ദം 1 ATM ആയും സ്ഥിരപ്പെടുത്തിയാൽ അതിനെയാണ് നമ്മൾ STP അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാൽ എന്താണ്? താപനില 273 കെൽവിനായിരിക്കണം. അതുപോലെ പ്രഷർ 1 ATM ആയിട്ടും സ്ഥിരപ്പെടുത്തി വെച്ചിരിക്കുന്നവയെ നമുക്ക് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെന്ന് പറയാം, STP ആണെന്ന് പറയാം. അപ്പോൾ STPയിൽ ഒരു മോൾ ഏതൊരു വാതകമാണെങ്കിലും അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. 22.4 ലിറ്റർ ആയിരിക്കും STPയിൽ ഏതൊരു മോൾ വാതകം എടുത്താലും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. വോളിയം ആയിരിക്കും എന്ത്? 22.4 ലിറ്റർ. ക്ലിയർ അല്ലേ? ഇത് STPയിലെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു. STPയിലെ മോളാർ വ്യാപ്തം ഈക്വൽ ടു 22.4 ലിറ്റർ ആയിരിക്കും എന്നുള്ളത് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി നോക്കിയേ, STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വ്യാപ്തം ലിറ്ററിലുള്ള ഒരു വ്യാപ്തം ഡിവൈഡഡ് ബൈ STPയിലെ മോളാർ വ്യാപ്തം. STPയിലെ മോളാർ വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ ആണ്. അപ്പോൾ STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളിലെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വോളിയം, ലിറ്ററിലുള്ള തന്നിരിക്കുന്ന വോളിയം ഡിവൈഡഡ് ബൈ 22.4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 22.4 എന്ന് പറയുമ്പോൾ STPയിലെ മോളാർ വ്യാപ്തമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഓക്സിജൻ്റെ മോളാർ മാസ് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. എത്രയാ? 32 ഗ്രാം ആണ് അല്ലേ? 32 ഗ്രാം ആണ്. 16 × 2 32 ആണ്. മോളാർ മാസാണ്, ഗ്രാമിലാണ് പ്രസ്താവിക്കുന്നത്. 32 ഗ്രാം ആണ്. ഗിവൺ മാസ് 32 ആണ്. അപ്പോൾ മോളുകളുടെ എണ്ണം എത്രയാണ്? 32/32 ആണ് ചെയ്യേണ്ടത് അല്ലേ? 32/32 ചെയ്യുമ്പോൾ മോളുകളുടെ എണ്ണം നമുക്ക് കിട്ടും. എത്ര കിട്ടും? 1 എന്നാണ് കിട്ടുക. ഓക്കെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വ്യാപ്തം എത്രയാണ്? വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ആണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കണ്ടോ, STPയിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി അടുത്തത് NH3 അമോണിയയ്ക്ക് നമുക്കറിയാം 17 ആണ് അതിൻ്റെ മോളാർ മാസ്, 17 ഗ്രാം ആണ്. തന്നിരിക്കുന്ന മാസ് 170 ഗ്രാമും ആണെങ്കിൽ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 170 ഡിവൈഡഡ് ബൈ 17 ആണ്. അപ്പോൾ നമുക്ക് മോളുകളുടെ എണ്ണം 10 എന്ന് കിട്ടും. അപ്പോൾ വ്യാപ്തം എങ്ങനെയാ? വ്യാപ്തം എത്രയായിരിക്കും? വ്യാപ്തം എന്ന് പറയുന്നത്
22.4 ഇൻറ്റു 10 എന്നാണ് കിട്ടുക അല്ലേ. ഇൻറ്റു 10 ചെയ്യുമ്പോൾ 224 ആണ് കേട്ടോ. 224 ലിറ്റർ. ഇത് 10 ആണേ. ഓക്കെ, അപ്പോൾ 22.4 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 224 ലിറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എത്രയാ? 44 ഗ്രാം ആണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരത് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. എന്നാൽ മാത്രമാണ് ഈ 44 എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, 44 ഗ്രാം ആണ്. അപ്പോൾ ഗിവൺ മാസ് നമുക്കോട് തന്നിട്ടില്ല, പക്ഷേ മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ മാസ് കണ്ടെത്താൻ എങ്ങനെ ചെയ്താൽ മതി? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 44 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 132 ഗ്രാം എന്ന് കിട്ടും. 132 ഗ്രാം. ഓക്കെ, ഇനി ഇവിടുത്തെ വ്യാപ്തം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 ഇൻറ്റു 22.4 ലിറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 67.2 വരുവേ. 67.2 ലിറ്റർ എന്ന് വരും. ഓക്കെ, 67.2 ലിറ്റർ എന്ന് വരും. ഇനി അടുത്തത് NO2 ആണെങ്കിൽ 46 ഗ്രാം ആണ്. 46 ഗ്രാം ആണ്. തന്നിരിക്കുന്ന മാസ് നമുക്കിവിടെ ഇല്ല. മോളാർ എണ്ണമാണ് 2 തന്നിരിക്കുന്നത്. 46 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. 46 ഇൻറ്റു 2 എത്രയാണ്? 46 ഇൻറ്റു 2 92 വരും അല്ലേ. 92 വരും. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ 2 ഇൻറ്റു 22.4 ആണ് ഇവിടുത്തെ വ്യാപ്തമായിട്ട് വരിക. ആൻസറായിട്ട് നമുക്ക് 44.8 വരും. 44.8 ലിറ്റർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ഒരു ഭാഗം. ഇവിടെ ഗ്രാം ഉണ്ട്, 92 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് നോക്കുക. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? STPയിൽ 1 മോൾ ഹൈഡ്രജൻ വാതകം എന്ന് പറയുമ്പോൾ, STPയിലെ 1 മോൾ ഹൈഡ്രജൻ വാതകം എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? 22.4 ലിറ്റർ ഹൈഡ്രജൻ വാതകത്തിന് തുല്യമായിരിക്കും. അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അതുപോലെ അതിൻ്റെ 2 ഗ്രാം, ഗ്രാമിലാണ് അത് സൂചിപ്പിക്കുന്നതെങ്കിൽ 2 ഗ്രാം ഹൈഡ്രജൻ വാതകത്തിന് തുല്യമായിരിക്കും. ഇനി അതിലെ തന്മാത്രകൾ അല്ലെ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറിന് തുല്യമാണ്. 6.022 × 10⁻23 ഹൈഡ്രജൻ തന്മാത്രകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇത്രയും ഈ 3 ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ ഒരു കൺസോൾട്ടേഷനാണ് ഈ ഒരൊറ്റ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ 3 ക്ലാസ്സുകൾ കണ്ടാൽ മാത്രമാണ് ഇതൊക്കെ എന്താ പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. STPയിൽ 1 മോൾ ഹൈഡ്രജൻ വാതകം എന്ന് പറയുന്നത് 1 മോളാർ മാസ് അറ്റ് STPയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. 1 മോളാർ മാസ് ഹൈഡ്രജൻ ആയിരിക്കും. 1 മോളാർ മാസ് ഹൈഡ്രജൻ ആയിരിക്കും. ഇനി അവിടെ ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾ എന്ന് പറയുന്നതോ, ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇത് എന്തിന് ഈക്വലാണ്? 2 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് തുല്യമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മറ്റേ ആ 3 ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ 3 ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗത്തേക്ക് വരിക കേട്ടോ. ലിങ്ക് നമുക്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആവും. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് വരാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ ഒരു കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വേറെയാണ്. ഇത് വേറെ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ആദർശ വാതക സമവാക്യം. നോക്കാം ഈ ഒരു ഭാഗം. ബോയിൽസ് നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം ഇവ പരിഗണിച്ചാൽ ബോയിൽസ് നിയമം അനുസരിച്ച് എന്താണ്? V പ്രൊപ്പോർഷണൽ ടു 1/P ആണ്. അവിടെ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും സ്ഥിരമായിരിക്കും. അടുത്തത് V പ്രൊപ്പോർഷണൽ ടു T ഏതാണ്? ചാൾസ് നിയമമാണ് കാണിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് V പ്രൊപ്പോർഷണൽ ടു N എന്ന് പറയുമ്പോൾ അവഗാഡ്രോ നിയമമാണ്. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു N എന്ന് പറയുമ്പോൾ അവിടെ N മോളുകളുടെ എണ്ണമാണ്. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. ഇനി ചാൾസ് നിയമത്തിൽ V പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അവിടെ പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ അങ്ങ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡിൽ V മാത്രമല്ലേ ഉള്ളൂ അല്ലേ. ഈ 3 ഇക്വേഷനിലും ഒരു സൈഡിൽ V മാത്രമേ ഉള്ളൂ. അപ്പോൾ V അവിടെ നിർത്തുന്നു. V പ്രൊപ്പോർഷണൽ ടു 1/P × T × N എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി ഈ പി എ നമ്മൾ ഇതാ ഈ ഒരു സൈഡിലേക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ്റെ അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോൾ പി വി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? എന്നും ടിയും മാത്രമാണുള്ളത് അല്ലേ. അപ്പോൾ എന്നും ടിയും മാത്രമാണുള്ളത്. ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. പിന്നെ ഒരു കോൺസ്റ്റൻ്റും ഉണ്ട്. ഈ ഒരു കോൺസ്റ്റൻറ്റിനെ നമുക്ക് എന്ത് പറയാം? ഇതാ വാതക സ്ഥിരാങ്കം അല്ലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്നാണ് ഇവിടുത്തെ ഈ ഒരു കോൺസ്റ്റൻറ്റിനെ പറയുന്നത്. ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു?
പി വി ഈക്വൽ ടു എൻ ആർ ടി. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് എഴുതാം, പക്ഷേ ഒന്ന് പറയാനൊരു എളുപ്പത്തിനാണ് ഈ എൻ ആർ ടി എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ആർ എവിടെ വേണമെങ്കിലും എഴുതാം, ടി എവിടെ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എൻ ആർ ടി എന്നോ ടി ആർ എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ പി വി ഈക്വൽ ടു എൻ ആർ ടി, ഇതാണ് എന്ത് ആദർശ വാതക സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എവിടെ വേണമെങ്കിലും എഴുതാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ ചിന്തിക്കരുത്. ഈ എൻ ആർ ടി എന്നുള്ളതിന് പകരം ആർ എൻ ടി എന്നോ അല്ലെങ്കിൽ ടി ആർ എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ളതാണ് ആദർശവാതക സമവാക്യം. അപ്പോൾ ഈ ഒരു സമവാക്യം ഒബേ ചെയ്യുന്ന ഏതൊരു വാതകമാണെങ്കിലും അതിനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലെ ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വാതക സ്ഥിരാങ്കമാണ്. പി പ്രഷറാണ്, വി വോളിയം, എൻ നമ്പർ ഓഫ് മോൾസ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറും ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ താപനിലയിലും മർദ്ദത്തിലും ഈ സമവാക്യം അനുസരിക്കുന്ന വാതകങ്ങളെ ആദർശ വാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ താപനിലയിലും മർദ്ദത്തിലും ഈ സമവാക്യം അനുസരിക്കുന്ന വാതകങ്ങളെ ആദർശ വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. എസ് ടി പിയിൽ 224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നു. ഇതിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഇതിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ്, എസ് ടി പിയിൽ തന്നിരിക്കുന്ന ഒരു വാതകത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എൻ ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയമാണ്. മോളാർ വോളിയം മറ്റേ എസ് ടി പി ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഗിവൺ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 224 ലിറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ എന്താണ്? മോളാർ വോളിയമാണ് ചെയ്യേണ്ടത്, എസ് ടി പിയിലുള്ള മോളാർ വോളിയം. ഓക്കെ, അതായത് 22.4 ആണ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ ഡിവൈഡ് ചെയ്യാം നമുക്ക്. 224 ഡിവൈഡഡ് ബൈ 22.4. ഓക്കെ, 22.4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 10 എന്ന് കിട്ടും അല്ലേ? 10 മോളാണ് ആൻസറായിട്ട് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രയാണ് വരുന്നത്? 10 മോൾ. ഇനി നെക്സ്റ്റ് ചോദ്യം, ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? എത്ര മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്നു? എത്ര മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്നു എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോൾ എത്രയാണ് ഇവിടെ? 10 അല്ലേ? 10 ഇൻറ്റു എന്ത് ചെയ്യണം? അവഗാഡ്രോ നമ്പർ ചെയ്യണം. അവഗാഡ്രോ നമ്പർ എത്രയാ? 6.022 ഇൻറ്റു 10⁻23. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6.022 ഇൻറ്റു 10⁻24 എന്ന് എഴുതാമല്ലോ. ഈ 10ൻ്റെ 0 കൂടി ഇവിടെ 23യുടെ ഒപ്പം പ്ലസ് ചെയ്തിട്ട് 6.022 ഇൻറ്റു 10⁻24 എന്ന് നമുക്ക് എഴുതാം. അത്രയും തന്മാത്രകളാണെന്നും എഴുതാം, അതും ശരിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇത്രയും ഓക്സിജൻ വാതകത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഓക്സിജൻ വാതകത്തിൻ്റെ മാസ് കണക്കാക്കുക. നമുക്കറിയാം ഓക്സിജൻ്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 16 ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഇവിടെ 2 ഓക്സിജൻ ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 ആണ് അല്ലേ? 32 ആണ് അതിൻ്റെ മോളാർ മാസ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എൻ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻ അറിയാം. എത്രയാണ്? എൻ 10 ആണെന്ന് നമുക്കറിയാം. എൻ 10 ആണ് ഈക്വൽ ടു എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മാസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് O2ന് ഓയ്ക്ക് 16 ആണ്. അപ്പോൾ O2 ആകുമ്പോൾ അത് 32 ആയി. 32 ആയല്ലോ. അപ്പോൾ മാസ് ഈക്വൽ ടു 32 ഇൻറ്റു 10 വരും. അപ്പോൾ എത്രയാ? 320 ഗ്രാം എന്ന് വരും. മാസ് ഈക്വൽ ടു 320 ഗ്രാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? 320 ഗ്രാം കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കിയേ. എസ് ടി പിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചുവടെയുള്ള സാമ്പിളുകളിൽ തുല്യ വ്യാപ്തമുള്ളവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം 64 ഗ്രാം ഓക്സിജൻ ആണ്. നമുക്കറിയാം ഓക്സിജൻ്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ O2ൻ്റെ മോളാർ മാസ് കണ്ടെത്തുമ്പോൾ 16 ഇൻറ്റു 2 ചെയ്യണം. 32 ഗ്രാം എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ? 32 ഗ്രാം ആയിരിക്കും നമുക്ക് ലഭ്യമാവുക. അപ്പോൾ 64 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ 64 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 2 മോൾ അല്ലേ? നമുക്ക് കിട്ടില്ല അങ്ങനെ. അതായത് എൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു 64 അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ 32. ഈ 32 എന്ന് പറയുന്നത് എന്താണ്? 32 എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആണ്. ഒരു ഓക്സിജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആറ്റോമിക മാസ് 16 ആണ്. അപ്പോൾ 2 ഓക്സിജൻ അല്ലേ? O2 എന്ന് പറയുമ്പോൾ അവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 16 ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ നമുക്ക് 32 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് 64 ഡിവൈഡഡ് ബൈ 32 ചെയ്താൽ മതി. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ ഗ്രാമിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 64 ഡിവൈഡഡ് ബൈ 32 ചെയ്യുമ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത്,
ഇനി എന്താ കാണേണ്ടത്? ഇതിൻ്റെ വോളിയം കാണണം. നമ്മളോട് കാണാൻ പറഞ്ഞത് വോളിയമാണ്. നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ വോളിയം കാണാൻ വേണ്ടിയിട്ട് വോളിയം ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? വ്യാപ്തം കാണാനായിട്ട് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ചെയ്താൽ മതി അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 22.4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 44.8 ലിറ്റർ എന്ന് കിട്ടും കേട്ടോ. 44.8 ലിറ്റർ. മനസ്സിലായല്ലോ? പറഞ്ഞത് മനസ്സിലായല്ലോ? 64 ഗ്രാം ഓഫ് ഓക്സിജനിൽ 44.8 ലിറ്റർ വ്യാപ്തമാണ് ഈ 64 ഗ്രാം ഓക്സിജൻ ഉള്ളതെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. ഞാൻ ഒന്നുകൂടി ഇത് പറയാം, ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കുക, 64 ഗ്രാം ഓക്സിജൻ ആണ്. അപ്പോൾ നമുക്കറിയുന്നത് ആറ്റോമിക മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ O2 ആണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. O2ൻ്റെ മോളാർ മാസ് നമുക്ക് കണ്ടെത്തണം. 16 × 2 ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 32 എന്ന് കിട്ടി. 32 നമ്മൾ മോളാർ മാസ് ആണ് കാണുന്നത്. മോളാർ മാസ് 32 ഗ്രാം എന്ന് കിട്ടും. നമുക്ക് തന്നിരിക്കുന്നത് 64 ഗ്രാം ഓക്സിജൻ ആണ്. അപ്പോൾ 64 ഗ്രാം ഓക്സിജനിൽ 2 മോള് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് നമുക്ക് കണ്ടെത്തി. 2 മോൾ ഉണ്ടെന്ന് കണ്ടെത്തി. 64 ഡിവൈഡഡ് ബൈ 32 എന്ന് പറയുന്നത് 2 മോൾ. നമുക്ക് 2 കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 2 എന്ന് കിട്ടി. നമ്പർ ഓഫ് മോൾസ് ആണോ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യാപ്തമാണ്. നമ്പർ ഓഫ് മോൾസ് അറിഞ്ഞാലാണ് നമുക്ക് വ്യാപ്തം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണം അറിയാമെങ്കിൽ N = V/22.4 എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ വോളിയമാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. 2 ഇൻറ്റു ഈ 22.4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2 ഇൻറ്റു 22.4 എന്നാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 44.8 ലിറ്റർ എന്നാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 44 ഗ്രാം ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? കാർബണിൻ്റെ ആറ്റോമിക മാസ് എടുത്തു, പിന്നെ ഓക്സിജൻ്റെ ആറ്റോമിക മാസ് 16 ആണ്. അപ്പോൾ 2 ഓക്സിജൻ ആകുമ്പോൾ 32 പ്ലസ് കാർബണും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും. അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് 44 ഗ്രാം ആണ്. അതായത് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 1 മോളിന് ഈക്വലാണ് അല്ലേ? അപ്പോൾ 1 മോളിന് ഈക്വലാണ്. നമുക്ക് വ്യാപ്തമാണ് കാണേണ്ടത്. വ്യാപ്തം കാണാൻ വേണ്ടിയിട്ട് 1 × 22.4 നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക. ഇവിടെ 22.4 ഗ്രാം 4 ലിറ്റർ 22.4 ലിറ്റർ ആണ് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ ഉള്ളത് അല്ല. അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ് എന്ന് നമുക്കറിയാം. കിട്ടി. ഇനി അടുത്തത് 2 × 6.022 × 10⁻23 അമോണിയ തന്മാത്രകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്താ? നമ്പർ ഓഫ് മോൾസ് 2 ആണ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ വ്യാപ്തം നമുക്ക് കാണാമല്ലോ. വ്യാപ്തം കാണാൻ എന്ത് ചെയ്താൽ മതി? 2 × 22.4 ചെയ്താൽ മതി. 22.4 ചെയ്യുമ്പോൾ 44.8 ലിറ്റർ എന്ന് കിട്ടും അല്ലേ? ഇനി ചോദ്യം എന്താ? STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചുവടെയുള്ള സാമ്പിളുകളിൽ തുല്യവ്യാപ്തമുള്ളവ ഏതൊക്കെ? തുല്യവ്യാപ്തമുള്ളവ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? ഓക്സിജൻ 64 ഗ്രാം ഓക്സിജൻ്റെ വ്യാപ്തം 44.8 ലിറ്റർ ആണ്. അതുപോലെ 2 × 6.022 × 10⁻23 അമോണിയ തന്മാത്രകളുടെ വ്യാപ്തവും നമുക്ക് 44.8 എന്ന് കിട്ടി. ഇവിടെ ഓക്സിജനും അമോണിയയ്ക്കുമാണ് എന്തുള്ളത്? തുല്യവ്യാപ്തം ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഈസി ആണല്ലോ? ഇനി അടുത്തത് മോൾ സങ്കല്പനവും സമവാക്യങ്ങളും. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഒരു ഭാഗമാണത് കേട്ടോ. അപ്പോൾ സമവാക്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുണ്ടെന്നാണ് തന്നിരിക്കുന്നത്, നമ്മളത് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. 2H2 + O2 gives 2H2O. അതായത് 2 ഹൈഡ്രജൻ തന്മാത്രകളും 1 ഓക്സിജൻ തന്മാത്രയുമായിട്ട് ചേർന്നിട്ട് 2 ജല തന്മാത്രകൾ ഉണ്ടാകുന്നു എന്ന സമവാക്യമാണ് നമുക്കോട് തന്നിരിക്കുന്നത്. ബാലൻസ്ഡ് ഇക്വേഷനാണ്. ഇനി ഇതിനെ നമ്മൾ മോളിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ സെയിം ഇക്വേഷനെ മോളിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഈ 2 കൊടുത്തിരിക്കുന്ന ഈ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെയൊക്കെ എന്ത് ചെയ്യുക? മോളൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം 2 മോൾ ഹൈഡ്രജൻ പ്ലസ് 1 മോൾ ഓക്സിജൻ ഗീവ്സ് 2 മോൾ വാട്ടർ അല്ലേ? അപ്പോൾ മോളിൻ്റെ രൂപത്തിലേക്ക് അത് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഇനി ഈ സമവാക്യത്തെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എഴുതാനായിട്ട് പോകുന്നത് നോക്കാം. 2 മോൾ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? നമുക്കറിയാലോ 1 മോൾ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 1 മോൾ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 മോൾ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 2 × 4 ഗ്രാം ആണെന്ന് കിട്ടി.
അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു മോൾ ഓക്സിജൻ്റെയോ, ഒരു മോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ ഒരു O ആണെങ്കിൽ അത് 16 ആണ്, 2 O ആകുമ്പോൾ അത് O2 ആകുമ്പോൾ അതെന്തായി 32 എന്നുള്ളതായി. അപ്പോൾ ഒരു മോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ 32 ഗ്രാം ആണ്, 32 ഗ്രാം. ഓക്കെ, 2 മോൾ H2Oൻ്റെ മാസ് 36 ഗ്രാം ആണ്, നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമുക്കത് അറിയാം, 2 × 1 അല്ലേ, പ്ലസ് ഓയുടെ 16ഉം അങ്ങനെ വരുമ്പോൾ 18 വരും, 18. ഇനി 2 H2O അല്ലേ, അപ്പോൾ 2 × 18 എന്ന് പറയുന്നത് 36 ആയി, 36 ഗ്രാം. അപ്പോൾ 2 മോൾ H2Oയുടെ മാസ് 36 ഗ്രാം ആണ്. അപ്പോൾ 4 ഗ്രാം പ്ലസ്, അപ്പോൾ ഇനി ഗ്രാം ബേസിസിൽ നമ്മൾ ഈ കണ്ടെത്തിയത് വെച്ച് എഴുതുകയാണെങ്കിൽ 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, 32 ഗ്രാം ഓക്സിജൻ ഉണ്ട്. നോക്കൂ, 4 ഗ്രാം ഹൈഡ്രജൻ പ്ലസ് 32 ഗ്രാം ഓക്സിജൻ ഗീവ്സ് 36 ഗ്രാം വാട്ടർ എന്ന രീതിയിൽ കിട്ടി. അപ്പോൾ ഈ സമവാക്യം അനുസരിച്ച് 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ 36 ഗ്രാം ജലം ലഭ്യമാകും എന്നുള്ളതാണ് അല്ലേ. മാസിൻ്റെ ടേംസിൽ നമ്മൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ലഭ്യമാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 36 ഗ്രാം വാട്ടറാണ്. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇങ്ങനെയെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ, ഇവിടെ ഇപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ചോദ്യം ഒന്ന് മാറ്റി, 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ എത്ര ഗ്രാം ജലം ലഭിക്കുമെന്നാണ് ചോദ്യം. മനസ്സിലായോ? അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 6 പേനയുടെ വില 30 രൂപയാണ് തന്നിട്ടുണ്ട്. 6 പേനയ്ക്ക് 30 രൂപയാണ്. ഓക്കെ, എങ്കിൽ 10 പേനയുടെ വില എത്ര എന്നാണ് ചോദ്യം എന്ന് വെച്ചോളൂ. ഇതേപോലെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളോട് 4 ഗ്രാം ഹൈഡ്രജൻ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും ഓക്സിജനുമായി പ്രവർത്തിച്ച് 36 ഗ്രാം ജലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും ഓക്സിജനുമായി പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ജലം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാട്ടോ, 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലം 36 ഗ്രാം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് കണ്ടെത്തണം. അതായത് 6 പേനയുടെ വില 30 രൂപയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് 1 പേനയുടെ വില കണ്ടെത്താലോ. ആ 1 പേനയുടെ വില കണ്ടെത്തിയാൽ ഈസി ആയിട്ട് പിന്നെ നമുക്ക് 10, 100, 200 പേനകളുടെ വില കണ്ടെത്താം. അതേ മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നോക്കുക, 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലം 36 ഗ്രാം ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ അവിടെ 1 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് കണ്ടെത്താൻ 36/4 ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണ് ഇവിടെ 9 ഗ്രാം കിട്ടിയത്. ഇനി അതിൽ നിന്ന് 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? 40 × 9 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? 40 × 9 ചെയ്യുമ്പോൾ 360 ഗ്രാം എന്ന് കിട്ടും. 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ജലത്തിൻ്റെ അളവ് 360 ഗ്രാം ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ച് ജലം ലഭ്യമാവാൻ എത്ര ഓക്സിജൻ വേണമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഹൈഡ്രജൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഇത്രയും ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ച് ജലം ലഭ്യമാവണമെങ്കിൽ എത്ര ഓക്സിജൻ വേണം നോക്കാം. നമുക്കറിയുന്ന ഇക്വേഷൻ ഏതായിരുന്നു? 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ 36 ഗ്രാം വാട്ടർ ലഭിക്കും എന്നാണ് നമുക്കറിയുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് 4 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് 32 ഗ്രാം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ കണ്ടെത്തുകയാണ് 1 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എന്ത് ചെയ്താൽ മതി? 32/4 ചെയ്താൽ മതി. 8 ഗ്രാം എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 40 × 8 ചെയ്താൽ മതി. അപ്പോൾ 320 ഗ്രാം കിട്ടി. 320 ഗ്രാം കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഓക്സിജൻ്റെ അളവും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ അളവും കണ്ടുപിടിച്ചു. 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭ്യമാകുന്ന ജലത്തിൻ്റെ അളവും കണ്ടെത്തി. അതുപോലെ തന്നെ 40 ഗ്രാമാണ് ഹൈഡ്രജൻ എന്നുള്ളത് മനസ്സിലായി. അതുപോലെ ഓക്സിജൻ്റെ അളവും കണ്ടെത്തി. ഇനി മറ്റൊരു സന്ദർഭം, അമോണിയയുടെ ഒരു കേസ് തന്നിട്ടുണ്ട്, നോക്കാട്ടോ. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാവുന്ന പ്രവർത്തനം കാർഷിക രംഗത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. മോൾ സങ്കല്പനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു സമവാക്യം ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ്. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ചേർന്ന് അമോണിയ ഉണ്ടാവുന്ന സമവാക്യം. ഇനി മോളിൻ്റെ കൺസെപ്റ്റിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ 1 മോൾ നൈട്രജനാണ്. ഇത് ഒന്നുമില്ല എന്നല്ല ഇവിടെ അർത്ഥം, ഇവിടെ 1 എന്നാണ് നമ്പർ. ഓക്കെ, അപ്പോൾ 1 മോൾ നൈട്രജൻ പ്ലസ് 3 മോൾ ഹൈഡ്രജൻ പ്ലസ് 2 മോൾ എന്താണ്? അമോണിയ.
നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മോൾ കൺസെപ്റ്റിൽ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ഒരു നൈട്രജൻ 3 ഹൈഡ്രജൻ ചേർന്നാണ് നമുക്ക് 2 അമോണിയ കിട്ടുന്നത്. അപ്പോൾ നോക്കാം കേട്ടോ. 1 മോൾ നൈട്രജൻ, ഇനി മോളിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ 1 മോൾ നൈട്രജൻ പ്ലസ് 3 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ അമോണിയ. 2 മോൾ അമോണിയ അല്ലേ? ഓക്കെ. ഇനി ഇതിനെ മാസിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു നൈട്രജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക മാസ് 14 ആണ്. 2 നൈട്രജൻ ആകുമ്പോൾ 28 ഇനി അതിന് മാസിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ 28 ഗ്രാം എന്ന് എഴുതാം. 28 ഗ്രാം നൈട്രജൻ പ്ലസ്, അതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ്റെ കേസ്. ഹൈഡ്രജൻ്റെ കേസിൽ നമുക്കറിയുന്നത് ഒരു ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ എത്രയാണ് വരുന്നത്? 1 അല്ലേ? ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1 ആണ്. അപ്പോൾ H2 ആവുമ്പോൾ എത്ര വന്നു? അവിടെ 2 വന്നു. ഇനി ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജനാണ് ഉള്ളത് അല്ലേ? 3 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്? അപ്പോൾ 3 × 2 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? 6 ഗ്രാം എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? 6 ഗ്രാം മനസ്സിലായി. അപ്പോൾ അങ്ങനെ 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച് 34 ഗ്രാം അമോണിയ ഉണ്ടായി. 34 ഗ്രാം അമോണിയാണ് ഉണ്ടായിരിക്കുന്നത്. നൈട്രജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 14 വരും ആറ്റോമിക മാസ് അല്ലേ? പിന്നെ 3 ഹൈഡ്രജൻ, 3 × 1 3, അപ്പോൾ 17 വരും അല്ലേ? 17 വരും. ഇനി 17 × എത്രയാണ് വന്നിരിക്കുന്നത്? 2 മോളല്ലേ? അല്ലെങ്കിൽ 2 അമോണിയ അല്ലേ വന്നിട്ടുള്ളത്? അപ്പോൾ 17 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 34 ഗ്രാം അമോണിയ എന്ന് കിട്ടി. അപ്പോൾ എത്ര അമോണിയ ഉൽപ്പാദിപ്പിക്കണം എന്നറിയാമെങ്കിൽ ഉപയോഗിക്കേണ്ട അഭികാരകങ്ങളുടെ റിയാക്റ്റൻസിൻ്റെ അളവ് കൂടി നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അമോണിയൊക്കെ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ്, ഇതിൻ്റെ മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ എത്ര അമോണിയ ഉൽപ്പാദിപ്പിക്കണം എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര റിയാക്റ്റൻസ് എടുത്താലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും അമോണിയ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുക എന്നൊരു ഐഡിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഉണ്ടാകും. അപ്പോൾ നോക്കിയേ, ഇനി അടുത്തൊരു പ്രോബ്ലം. 6 മോൾ അമോണിയ നിർമ്മിക്കാൻ എത്ര മോൾ നൈട്രജനും ഹൈഡ്രജനും വേണം? ചോദ്യം എന്താണ്? 6 മോളാണ് അമോണിയ നിർമ്മിക്കേണ്ടത്. അപ്പം നമുക്കറിയുന്ന കാര്യം എന്ന് പറയുന്നത് 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും ചേർന്നാൽ 2 മോൾ അമോണിയയാണ് ലഭിക്കുക എന്ന് നമുക്കറിയാം. അതായത് ഈ റിയാക്റ്റൻസ് തമ്മിൽ 1:3 എന്ന അനുപാതത്തിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്താണ്? 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് 2 മോൾ അമോണിയ ലഭിക്കുന്നത്. റിയാക്റ്റൻസ് 1:3 എന്ന അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത്. നൈട്രജൻ ഈസ് ടു ഹൈഡ്രജൻ ഈക്വൽ ടു 1:3 എന്നതാണ് അനുപാതം. നോക്കാം. അപ്പോൾ അഭികാരകങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:3 ആണ്. 2 മോൾ അമോണിയ ഉണ്ടാക്കാനായിട്ട് വേണ്ട നൈട്രജൻ്റെ അളവ് എന്ന് പറയുന്നത് 1 മോളാണ് അല്ലേ? 2 മോൾ അമോണിയ ഉണ്ടാക്കാനായിട്ട് വേണ്ട നൈട്രജൻ്റെ അളവ് എന്ന് പറയുന്നത് 1 മോളാണ്. 2 മോൾ അമോണിയ ഉണ്ടാക്കാനായിട്ട് വേണ്ട ഹൈഡ്രജൻ്റെ അളവ് എന്ന് പറയുന്നത് 3 മോളാണ്. ഓക്കെ. അപ്പോൾ 2 മോൾ അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നൈട്രജൻ്റെ അളവാണ് 1 മോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മോൾ അമോണിയ ഉണ്ടാക്കാൻ വേണ്ടുന്ന നൈട്രജൻ്റെ അളവെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 മോളാണ് അല്ലേ? 1/2 മോൾ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴും 1 മോൾ ഉണ്ടാക്കാനുള്ളതിൻ്റെ അളവ് കണ്ടെത്തും. എത്ര മോളാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ 1 മോൾ ഉണ്ടാക്കാനുള്ളതിൻ്റെ അളവ് ആദ്യം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുമ്പോൾ പിന്നീട് എത്ര വലിയ മോൾ നമുക്ക് തന്നാലും അതിനൊക്കെ ആൻസർ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നോക്കിയേ, 6 മോൾ അമോണിയ ഉണ്ടാവാൻ പ്രവർത്തിക്കേണ്ട നൈട്രജൻ്റെ അളവ് കണ്ടോ? ഇതിപ്പോൾ 6 ആയാലും 10 ആയാലും 12 ആയാലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 1 മോൾ അമോണിയ ഉണ്ടാവാൻ പ്രവർത്തിക്കേണ്ട നൈട്രജൻ്റെ അളവ് ആദ്യം കണ്ടെത്തുകയാണ്. നമുക്ക് അറിയുന്ന വാല്യൂസിൽ നിന്ന് ഇതിലേക്ക് എത്തും. അപ്പോൾ 1/2 മോൾ എന്ന് കിട്ടി. ഇനി 6 മോൾ അമോണിയ ഉണ്ടാവാൻ പ്രവർത്തിക്കേണ്ട നൈട്രജൻ്റെ അളവ് എത്രയാണ്? 1/2 × 6 ആണ്. അപ്പോൾ 3 മോൾ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ 2 മോൾ അമോണിയ ഉണ്ടാവാൻ വേണ്ട ഹൈഡ്രജൻ്റെ അളവെന്ന് പറയുന്നത് 3 മോളാണ്. ക്ലിയർ? ഇത്രയും ഓക്കെയാണ്. ഇനി 1 മോൾ അമോണിയ ഉണ്ടാവാൻ വേണ്ട ഹൈഡ്രജൻ്റെ അളവ് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 മോൾ അമോണിയ ഉണ്ടാവാൻ പ്രവർത്തിക്കേണ്ട ഹൈഡ്രജൻ്റെ അളവ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 3/2 ചെയ്താൽ മതി. 3/2 മോളാണ്. അങ്ങനെയെങ്കിൽ 6 മോൾ അമോണിയ ഉണ്ടാവാൻ പ്രവർത്തിക്കേണ്ട ഹൈഡ്രജൻ്റെ അളവ് എങ്ങനെ കണ്ടെത്തും? 3/2 അല്ലേ? 3/2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 6 ചെയ്താൽ മതി. 3/2 × 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 3 9 മോൾ എന്ന് ലഭിക്കും. ഓക്കെ, ഇതൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ 6 മോൾ അമോണിയ ഉണ്ടാവാൻ 3 മോൾ നൈട്രജനും
9 മോൾ ഹൈഡ്രജനും തമ്മിലാണ് പ്രവർത്തിക്കേണ്ടത്. 6 മോൾ അമോണിയ ഉണ്ടാവാനായിട്ട് 3 മോൾ നൈട്രജനും അതുപോലെ തന്നെ 9 മോൾ ഹൈഡ്രജനുമാണ് പ്രവർത്തിക്കേണ്ടത്. 3:9 എന്ന അനുപാതം. ഇതിനെ നമുക്ക് ചുരുക്കി 1:3 എന്ന് തന്നെ ചുരുക്കി എഴുതാലോ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും അഭികാരകങ്ങൾ കുറവാണെങ്കിൽ, ഇപ്പോൾ 3 മോൾ നൈട്രജൻ ഇല്ല, അതിന് പകരം 2 മോൾ നൈട്രജനേ ഉള്ളൂ എന്ന് വെച്ചോ, അപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ റിസൾട്ടായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ആ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും അഭികാരകങ്ങൾ കുറവാണെങ്കിൽ അതിന് ആനുപാതികമായി മാത്രമാണ് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി 6 മോൾ നൈട്രജൻ 6 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. 6 മോൾ നൈട്രജൻ 6 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിക്കുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. 6 മോൾ ഹൈഡ്രജനുമായിട്ട് 2 മോൾ നൈട്രജൻ മാത്രമേ ഇവിടെ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് റേഷ്യോ എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:3 എന്നുള്ളതാണ്. അമോണിയയുടെ നിർമ്മാണത്തിൽ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിക്കുന്ന റേഷ്യോ 1:3 ആണെന്ന് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ചോദ്യം ഇതാണ്, 6 മോൾ നൈട്രജൻ 6 മോൾ ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ് എത്രയാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് 1:3 എന്ന അനുപാതത്തിലാണ് ഇവ തമ്മിൽ പ്രവർത്തിക്കുക. അതായത് 2 മോൾ നൈട്രജനും 6 മോൾ ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് 4 മോൾ അമോണിയ ലഭിക്കുക. അപ്പോൾ പ്രവർത്തന ശേഷം എന്ത് മാറ്റം വരും? ഇവിടെ കണ്ടോ, ഇത് 2 മോൾ നൈട്രജൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2:6 അതിനെ ചുരുക്കി നമുക്ക് എന്ത് ചെയ്യാം, 1:3 എന്ന അനുപാതത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 1:3 അനുപാതത്തിൽ ഇവിടെ പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ പ്രവർത്തന ശേഷം ഇവിടെ എത്ര മോള് ബാക്കി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മോള് ബാക്കി വരും? 4 ബാക്കി വരില്ലേ? 4 ബാക്കി വരും. അതായത് 2 മോൾ നൈട്രജനാണ് പ്രവർത്തിച്ചത്, 6 മോൾ ഹൈഡ്രജനും പ്രവർത്തിച്ചപ്പോൾ 4 മോൾ അമോണിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രവർത്തന ശേഷം എത്ര മോൾ നൈട്രജൻ ഇവിടെ അവശേഷിക്കും? നൈട്രജൻ എത്ര മോൾ അവശേഷിക്കും? ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ കണ്ടോ, 6 മോൾ നൈട്രജനാണ് തന്നിരിക്കുന്നത്. പ്രവർത്തിച്ചത് എത്രയാ? 2 മോൾ നൈട്രജനാണ്. ബാക്കി എത്രയാണ് വരിക? ബാക്കി എത്ര വരും? 4 മോളോടെ ബാക്കി വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? 4 മോൾ ബാക്കി വരും. അതായത് 1:3 അനുപാതത്തിലാണ് നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ അമോണിയയുടെ ഉൽപ്പാദനത്തിൽ ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്നാണ് അല്ലേ. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്നാണെന്ന് നമുക്കറിയാം. അത് ജ്വലിക്കുന്നതിൻ്റെ സമവാക്യമാണ് അവിടെ തന്നിരിക്കുന്നത്. CH4+ 2CO2 gives carbon dioxide plus 2H2O. അപ്പോൾ ഇവിടെ മോളുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുകയാണ്. ഡാഷ് മോൾ CH4 മീഥെയ്ൻ എത്രയാ? 1 മോളാണ്. ഇനി ഡാഷ് മോൾ ഓക്സിജൻ 2 മോൾ ഓക്സിജൻ. അപ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വന്നു? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2 മോൾ വാട്ടറുമാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ CH4 എന്ന് പറയുന്നത് എത്ര വരും? 16 വരും അല്ലേ. അതായത് 12 + 4 16 ഗ്രാം ഇവിടെ വരും. ഓക്സിജൻ ആണെങ്കിൽ എത്രയാണ് വരുന്നത്? 2 മോൾ ഓക്സിജൻ ആണ്. 1 മോൾ ഓക്സിജനിൽ എത്രയാണ് വരുന്നത്? 32 ഗ്രാമാണ്. അപ്പോൾ 2 മോൾ ഓക്സിജൻ ആയിരിക്കുമ്പോൾ അവിടെ എത്ര വരും? 32 × 2 64 ഗ്രാം ഓക്സിജൻ വരും. ഗീവ്സ് ഡാഷ് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്? 44. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 44 ഗ്രാം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 ഗ്രാമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് 32 ഓക്സിജൻ്റെയും ബാക്കി കാർബണിൻ്റെ 12, അങ്ങനെയാണ് 44 വരുന്നത്. ഓക്കെ, ഇനി H2 ആണെങ്കിലോ 36. ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും ഇത് എത്രയായി 36 ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാത്തത്. ക്വസ്റ്റ്യൻ ഉണ്ട്, 16 ഗ്രാം മീഥെയ്നുമായി പ്രവർത്തിക്കാൻ വേണ്ട ഓക്സിജന്റെ മാസ് എത്രയാണെന്ന്. നമുക്കറിയുന്ന ഇക്വേഷൻ നോക്കിക്കേ. CH4+ 2CO2 gives CO2 + 2H2O എന്നുള്ളതിൽ നമുക്കറിയാം 16 ഗ്രാം മീഥെയ്നുമായിട്ട് പ്രവർത്തിക്കുന്ന ഓക്സിജന്റെ മാസ് ഡയറക്റ്റ്ലി നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 64 ഗ്രാം ആണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ 1 മോൾ മീഥെയ്ൻ 2 മോൾ ഓക്സിജനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആണല്ലോ. ഈ 2 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 64 ഗ്രാം ഓക്സിജനാണ്. മാസ് ചോദിക്കുമ്പോൾ നമ്മൾ ഗ്രാമിലാണ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മോൾ മീഥെയ്ൻ 2 മോൾ ഓക്സിജനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് 1 മോൾ മീഥെയ്ൻ എന്ന് പറയുമ്പോൾ 16 ഗ്രാം മീഥെയ്നാണ്. അത് 64 ഗ്രാം ഓക്സിജൻ, അതായത് 2 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ടായിട്ട് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോൾ വാട്ടറും ലഭിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ നോക്കി നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലേ.
അപ്പോൾ ഇവിടെ 16 ഗ്രാം മീഥേനുമായി പ്രവർത്തിക്കാൻ വേണ്ട ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 64 ഗ്രാമാണ്. 64 ഗ്രാം ഓക്സിജനാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കിയേ. ഈ ഒരു ചോദ്യത്തിൽ 16 ഗ്രാം മീഥെയിൻ പൂർണ്ണമായും ജ്വലിച്ചാൽ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ വ്യാപ്തം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 16 ഗ്രാം മീഥെയിൻ പൂർണ്ണമായും ജ്വലിച്ചാൽ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ വ്യാപ്തം. ഇവിടെ നോക്കാട്ടോ, 16 ഗ്രാം മീഥെയിൻ എന്ന് പറയുന്നത് എന്താണ്? 1 മോൾ മീഥെയിനാണ്. 1 മോൾ മീഥെയിൻ ജ്വലിച്ച് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 1 മോൾ കാർബൺ ഡയോക്സൈഡാണ് പ്രോഡക്റ്റായിട്ട് വരുന്നതെന്ന്. 1 മോൾ കാർബൺ ഡയോക്സൈഡ് അറ്റ് STP എന്ന് പറയുമ്പോൾ ഏതൊരു വാതകവും എന്താണ് STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ തന്നെ ആൻസർ കിട്ടും 22.4 ലിറ്റർ എന്ന്, അല്ലേ? ഇപ്പോൾ 22.4 ലിറ്റർ ആണ് ഇവിടെ കാർബൺ ഡയോക്സൈഡിൻ്റെ വ്യാപ്തം. കാരണം എന്താണ്? ഇവിടെ ഒരു മോൾ കാർബൺ ഡയോക്സൈഡ് ആണ് റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത്. 1 മോൾ കാർബൺ ഡയോക്സൈഡ് അറ്റ് STP എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. ഇനി അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടെത്തിക്കൂടെ? STPയുടെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് N = ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ മാസ് അറ്റ് STP, അതായത് 22.4 എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഇവിടെ 1 ആയതുകൊണ്ട് വോളിയം കണ്ടെത്താൻ വേണ്ടിയിട്ട് 1 × 22.4 ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ആൻസർ തന്നെയാണ് കിട്ടുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കറിയാം 1 മോൾ കാർബൺ ഡയോക്സൈഡ് ആയതുകൊണ്ട് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഗ്രാം മീഥെയിൻ ജ്വലിക്കുമ്പോഴും പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ മാസ് ഏകദേശം മീഥെയിൻ്റെ മാസിൻ്റെ 3 മടങ്ങുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലേ? അപ്പോൾ പാചകവാതകത്തിലൊക്കെ അടങ്ങിയിട്ടുള്ള ബ്യൂട്ടൈൻ ജ്വലിക്കുമ്പോഴും ഏകദേശം ഇതുപോലെ തന്നെയാണ്, 3 മടങ്ങ് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഈ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും അത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ്, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ആസിഡ് മാലിന്യങ്ങൾ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പ് CaOH2, ബേക്കിംഗ് സോഡ NaHCO3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംയുക്തങ്ങളൊക്കെയാണ് ഈ വ്യാവസായിക ശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ആസിഡ് മാലിന്യങ്ങളൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കേണ്ട സംയുക്തങ്ങളുടെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ തന്നിട്ടുള്ള ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ ചുണ്ണാമ്പ് ചേർക്കുന്ന ആ ഒരു ഇക്വേഷൻ നോക്കാം കേട്ടോ. സൾഫ്യൂരിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പ് ചേർക്കുന്ന ഒരു ഇക്വേഷൻ അവിടെ തന്നിരിക്കുന്നത് H2SO4 + CaOH2 gives CaSO4 + 2H2O. പിന്നെ സൾഫ്യൂരിക് ആസിഡിനെ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചും ന്യൂട്രലൈസ് ചെയ്യാം. അപ്പോൾ നോക്കിയേ അതെങ്ങനെയാണ്? H2SO4 + NaCO3 gives Na2SO4 + 2H2O + കാർബൺ ഡയോക്സൈഡും ആണ് വരുന്നത്. അപ്പോൾ ഫാക്ടറികളിൽ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ന്യൂട്രലൈസേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കുമ്മായത്തിൻ്റെയും ബേക്കിംഗ് സോഡയുടെയൊക്കെ അളവ് നമുക്ക് ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 980 കിലോ സൾഫ്യൂരിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നിർവീര്യമാക്കാൻ ആവശ്യമായ ചുണ്ണാമ്പിൻ്റെ അളവാണ് കിലോഗ്രാമിൽ കണ്ടെത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ചുണ്ണാമ്പിൻ്റെ അളവാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. H2SO4 + CaOH2 gives CaSO4 + 2H2O എന്നുള്ള ഇക്വേഷൻ നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഇതിൻ്റെയൊക്കെ മോളിക്കുലാർ മാസ് കണ്ടെത്തണം, അല്ലേ? മോളിക്കുലാർ മാസ് ആദ്യം നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടെത്താം. H2SO4ൻ്റെ മോളിക്കുലാർ മാസ് അത് നിങ്ങൾക്ക് അറിയാലോ, ഹൈഡ്രജൻ്റെ 1 ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ ആകുമ്പോൾ നമുക്കിവിടെ 2 എന്ന് വന്നു. പിന്നെ സൾഫറിൻ്റെ 32 ആണ്. ഓക്സിജൻ്റെ 16 × 4 ചെയ്യുമ്പോൾ നമുക്ക് 64 ലഭിക്കും, അല്ലേ? 64 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 98 ഗ്രാം എന്ന് കിട്ടും. നമുക്കിവിടെ കിലോഗ്രാമിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 98നെ ഇപ്പോൾ തന്നെ നമുക്കങ്ങ് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാം. എങ്ങനെയാണ്? 98 ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പോൾ 0.098 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നമുക്ക് 0.098 കിലോഗ്രാം എന്ന് കിട്ടി. ഇനി അടുത്തത് ലൈമിൻ്റെ ആണ് കാണേണ്ടത്. CaOH2 നോക്കാം. CaOH2 അപ്പോൾ അതിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം Caയുടെ 40 പ്ലസ് ഓക്സിജൻ്റെ O2ൻ്റെ ആകുമ്പോൾ 32 വരും. പിന്നെ H2 ആകുമ്പോൾ 2 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 74 ഗ്രാം എന്ന് വരും. 74 ഗ്രാമിനെ ഈ പറഞ്ഞ പോലെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? 74 ഡിവൈഡഡ് ബൈ 1000 വരും. 0.074 കിലോഗ്രാം എന്ന് വരും. കിട്ടിയല്ലോ. അപ്പോൾ രണ്ട് നമ്മൾ കിലോഗ്രാമിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടെത്തി. ഇത്രയും നോക്കിയാലേ 0.098 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡ്
പ്രവർത്തിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചുണ്ണാമ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 0.074 കിലോഗ്രാം ആണെന്നുള്ളത്. 0.098 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡിനെ നിർവീര്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ചുണ്ണാമ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 0.074 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 1 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചുണ്ണാമ്പിൻ്റെ അളവ് കണ്ടെത്താലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര കിലോയുടെ വേണമെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് 1 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ 1 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡിനെ നിർവീര്യമാക്കാനുള്ള ചുണ്ണാമ്പിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ഈ ചുണ്ണാമ്പിൻ്റെ അളവ് 0.074 ഡിവൈഡഡ് ബൈ 0.0998 ആയിരുന്നു. ഓക്കെ, 98. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 0.755 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 755. അതായത് 1 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചുണ്ണാമ്പിൻ്റെ അളവാണ് ഈ 0.755 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എത്ര അളവിലുള്ള സൾഫ്യൂരിക് ആസിഡിനെ നിർവീര്യമാക്കാനുള്ള ലൈമിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ 980 അല്ലേ, 980 കിലോ സൾഫ്യൂരിക് ആസിഡിനെ നിർവീര്യമാക്കാനായിട്ടുള്ള ചുണ്ണാമ്പിൻ്റെ അളവാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 980 ആണ്. 980 കിലോഗ്രാമിനെ നിർവീര്യമാക്കാനുള്ള ചുണ്ണാമ്പിൻ്റെ അളവെന്ന് പറയുമ്പം എന്ത് ചെയ്താൽ മതി? 980 ഇൻറ്റു എന്ത് ചെയ്യുക, ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു അളവ് 1 കിലോഗ്രാമിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ചുണ്ണാമ്പിൻ്റെ അളവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 0.755. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശ വാല്യൂ, ഒരു സെക്കൻഡ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 740 കിലോഗ്രാം എന്നാണ് കേട്ടോ. 740 കിലോഗ്രാം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ 980 കിലോഗ്രാമിനെ 0.755 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 740 കിലോഗ്രാം എന്നാണ് കിട്ടുക. അതായത് 980 കിലോഗ്രാം സൾഫ്യൂരിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈമിൻ്റെ അളവാണ് 740 കിലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ് കൂടെ കിട്ടിയിട്ടില്ലേ, ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഈ ഒരു ആൻസർ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കിട്ടും. ഓക്കെ, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമ്മളിത് 4 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വളരെ ബോറിംഗ് ആയിട്ടുണ്ടാവും എന്നറിയാം. പക്ഷേ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് വേണമല്ലോ ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ആദ്യ ഭാഗം ബോയിൽസ് നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം വരെ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ വീണ്ടും ഒന്ന് തറോ ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ 4 പാർട്ടായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഒക്കെ ആക്സസ് ചെയ്തിട്ട് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മളിങ്ങനെ വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം ഗ്രൂപ്പിലേക്ക് വന്നിട്ട് എല്ലാ സൺഡേയും നമ്മൾ 8:30 PM എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവായതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ള എക്സാംസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് എക്സാം ഗ്രൂപ്പിൽ കാണണം. നിങ്ങളുടെ മാർക്കുകൾ അവിടെ ഇല്ല. വളരെ കുറച്ച് ആളുകളാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമാണ് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതെപ്പോഴും മനസ്സിൽ വേണം. ആരും ഫോഴ്സ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ഇരിക്കരുത്. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു മോട്ടിവേറ്റഡ് മൈൻഡോട് കൂടി എന്നും പഠിക്കുകയാണെങ്കിൽ, സ്ഥിരോത്സാഹത്തോടു കൂടി എന്നും പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. താങ്ക്